ഹലോ ഗൈസ്, ഇന്ന് നമ്മളപ്പോൾ നമ്മുടെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് നാട് വിട്ട് പോവുകയാണ്. നമ്മൾ പുതിയ ഫ്ലാറ്റൊക്കെ എടുത്തു നമ്മുടെ പുതിയ ഫ്ലാറ്റിലേക്ക് പോവുകയാണ്. അതെവിടാണെന്നറിയോ? നമ്മുടെ തിരുവനന്തപുരത്താണ്. ഇന്നത്തെ കാഴ്ചകൾ മൊത്തം നമ്മുടെ പുതിയ ഫ്ലാറ്റ്, തിരുവനന്തപുരത്തെ പുതിയ വിശേഷങ്ങൾ, അവിടുത്തെ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങൾ, പുതിയ സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അതൊക്കെയാണ് നമ്മുടെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പോകുമ്പോൾ ഉള്ള കുറച്ച് വിശേഷങ്ങൾ. കുറച്ച് സാധനങ്ങളൊക്കെ പിക്കപ്പിൽ പോയിട്ടുണ്ട്, ഒരു വണ്ടി ആൾക്കാർ വേറെ കാറിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഈ ബുള്ളറ്റിലാണ് അങ്ങ് തിരുവനന്തപുരം വരെ പോകുന്നത്. ഒരു റൈഡൊക്കെ എന്ന് പറഞ്ഞ് കയറിയതാണ്. കാണുന്ന കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും നമ്മളെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇത്രയും പൈസയൊക്കെ എടുത്ത് ഫ്ലാറ്റ് വാങ്ങാൻ എങ്ങനെ പറ്റി, എങ്ങനെ സാധിച്ചു, എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അറിയാൻ ഒരു ത്വര കാണും അല്ലേ? ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ മാമന്റെ വീട്ടിലൊക്കെ കയറി യാത്ര പറയണ്ടേ, ഞങ്ങൾ ഇങ്ങനെ പോവാണെന്നൊക്കെ പറയാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അവിടെ കയറി, അവിടെ നമ്മുടെ മഹിക്കുട്ടി ഉണ്ടായിരുന്നു, മാമനും മാമിയും അവിടെ ഇല്ലായിരുന്നു, അവർ രണ്ടുപേരും ജോലിക്ക് പോയേക്കുമായിരുന്നു. പിന്നെ ഓമനമ്മ ഉണ്ടായിരുന്നു, അതായത് ഏട്ടൻ്റെ അമ്മയുടെ അനിയത്തിയാണ് ഓമന അമ്മ. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഹായ് കൂയൊക്കെ പറയുന്നുണ്ട്, മഹിയും ചിരിക്കുന്നുണ്ട്, കൊഞ്ഞനും കുത്തി കാണിക്കുന്നുണ്ട്. രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണെന്ന് തോന്നുന്നു. മഹിയുടെ കൈ തല്ലി ഒടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഓമനമ്മ പറഞ്ഞു വെയിലൊക്കെ താന്നിട്ട് ഇറങ്ങിയാൽ മതിയെന്ന്, കാരണം അല്ലെങ്കിൽ ഭയങ്കര വെയിലാണ്. ഈ തിരുവനന്തപുരം സൈഡിലേക്ക് പോകുമ്പോഴേ ഭയങ്കര വെയിലാണ്. ഇപ്പോഴത്തെ ആ ചൂടിന്റെ അവസ്ഥയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഒരുമാതിരി ഒരു 2 മണി 3 മണി ആ സമയത്ത് ഇറങ്ങി. ബുള്ളറ്റിൽ പോകുമ്പോൾ അറിയാലോ കുറേ ദൂരമുണ്ട്. ഇവിടുന്ന് ഏകദേശം ഒരു 3 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ ഞങ്ങളുടെ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ. വണ്ടിയെ കയറി അടുത്ത നിമിഷം ഞാൻ ചോദിച്ചത് അടുത്ത സോഡ നാരങ്ങക്കട എവിടെയാണ്, അവിടെ വണ്ടി നിർത്തിക്കോളൂ പറഞ്ഞു. അങ്ങനെ ഏട്ടൻ ഒരു സിഗ്നലിൻ്റെ അവിടെ വണ്ടി നിർത്തിയപ്പോൾ ദാ നമ്മുടെ വിഷുവിന് ഒരുക്കാനുള്ള കൃഷ്ണൻ ഇങ്ങനെ റോഡിൽ നിരത്തി വെച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള കൃഷ്ണന്മാർ റോഡിൽ നിരന്നിരിക്കണമെങ്കിൽ നമ്മുടെ വിഷു ആകണം, എന്നാൽ മാത്രമേ ഇതുപോലെ നിരന്നിരിക്കത്തുള്ളൂ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടുപോയി. ഭയങ്കര ചൂടായിരുന്നു. ലാസ്റ്റ് ചൂടത്ത് കാലൊക്കെ പൊള്ളുന്നു, കൈയൊക്കെ പൊള്ളുന്നു. ലാസ്റ്റ് ഏട്ടനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു സോക്സ് വാങ്ങിച്ചു തരാൻ, കയ്യിലും കാലിലും ഒക്കെ സോക്സ് ഇട്ട് പോവാം, അപ്പോൾ കുറേ വെയിലടിക്കാതിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു കടയിൽ കയറി. അവിടെ കയറുമ്പം കാണുന്നത് വിഷുവിൻ്റെ സാധനങ്ങളാണ്. അങ്ങനെ ഞാൻ ഈ ചെരുപ്പിനകത്ത് ഷൂ അല്ലായിരുന്നു ഇട്ടിരുന്നത്. ഓൾറെഡി ഞങ്ങൾ കാറിലാണ് വന്നത്, ആ കാറ് വേറെ ആൾക്കാർ കൊണ്ടുപോയി. അങ്ങനെയാണ് ഞങ്ങൾ ഈ ബുള്ളറ്റിൽ പോകുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങേണ്ട വന്നത്. അപ്പോൾ ഷൂ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ചെരുപ്പിനകത്ത് സോക്സ് ഇട്ട് പോകുമ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ട്, ഈ കൊച്ചിനെന്താ വട്ടാണോ പ്രാന്താണോ ഇങ്ങനെയൊക്കെ പോകുന്നത് എന്ന്. അങ്ങനെ ഞങ്ങൾ ഈ സാധനമൊക്കെ വാങ്ങിച്ചു പിന്നെ റൈഡ് തുടങ്ങി. അന്നേരപ്പോഴും ഞാൻ ഏട്ടനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഏട്ടാ ഇനിയെങ്കിലും സോഡ നാരങ്ങ വെള്ളക്കട കാണുമ്പോൾ എന്നെ ഒന്ന് ഇറക്കണേ, എനിക്ക് അതുപോലെ ദാഹിക്കുന്നുണ്ട്, ഒന്ന് ഇറക്കി വിടണേ. അങ്ങനെ 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 ഞങ്ങൾ വീണ്ടും ആ യാത്ര ഇങ്ങനെ തുടങ്ങി. സൈഡൊക്കെ നല്ല വ്യൂ കിട്ടുമ്പോൾ ഞാൻ ഈ ക്യാമറ മുക്കി പിടിച്ച് 2-3 വീഡിയോ ഒക്കെ എടുക്കും. കാരണം ഞങ്ങളുടെ അവിടോട്ടൊന്നും ഇത്ര മനോഹരമായിട്ടുള്ള നിവർന്ന് കിടക്കുന്ന റോഡില്ല. ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയെന്ന് പറയുമ്പോൾ നല്ല വളവും തിരിവുള്ള റോഡുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മുടെ തടി ഡിപ്പോ ഒക്കെ കണ്ടു. അങ്ങനെ തടി ഡിപ്പോയുടെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത്. നമ്മുടെ സർക്കാരിൻ്റെ ഭൂമിയാണ് കേട്ടോ. സർക്കാരിൻ്റെ ഭൂമിയിൽ തേക്ക് തടികൾ വിൽക്കുന്ന ഡിപ്പോയാണിത്. പത്തനാപുരം കലഞ്ഞൂർ റൂട്ടിലാണ് ഇത് ഞാൻ കണ്ടിട്ടുള്ളത്. ആരെങ്കിലുമൊക്കെ ഇവിടെ താമസിക്കുന്നുള്ളവരുണ്ടാവും നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ, ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ അവസാനം ഏട്ടൻ ഈ ഒരു സോഡ നാരങ്ങ കടയിൽ കൊണ്ട് നിർത്തി. ഏട്ടൻ പാഷൻ ഫ്രൂട്ടിൻ്റെ സർബത്ത് കുടിച്ചു, ഞാൻ സോഡ നാരങ്ങ കുടിച്ചു കേട്ടോ. എനിക്കത് തന്നെ വേണമെന്ന് പറഞ്ഞു. അതിനകത്ത് കുറച്ച് പൈനാപ്പിളിൻ്റെ എസൻസ് പോലെ എന്തോ ഒരു ജ്യൂസ് ഒഴിച്ചു. അവിടെ പൈനാപ്പിൾ വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്ര രൂപ വില എന്നൊക്കെ തിരക്കി. അപ്പുറത്തെ സൈഡിൽ കുഞ്ഞു മാങ്ങയില്ലേ, നമ്മൾ ചപ്പി കുടിക്കുന്ന അത്ര ടൈപ്പ് മാങ്ങയോടെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു ചേട്ടൻ വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും യാത്ര തുടങ്ങി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും എന്നെ ദാഹിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഏട്ടായോട് പറഞ്ഞു എവിടെയെങ്കിലും ഇനിയും കാണുമ്പോൾ നിർത്തണേന്ന്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു കുറച്ച് നേരം കഴിയട്ടെ, ഇറക്കാൻ നിർത്താന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് പുനലൂരെത്തുമ്പോൾ നമ്മളൊരു കാര്യം കാണണം. നമ്മുടെ പുനലൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പുനലൂർ പാലമാണ് കേട്ടോ. അത് കാണാതെ നമ്മൾ ആരും പോകത്തില്ല. എനിക്ക് ബൈക്കിലായതുകൊണ്ട് അപ്പുറത്തെ സൈഡ് ആയതുകൊണ്ടും അധികം നന്നായിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാൻ ഓൾറെഡി കണ്ടിട്ടുമുണ്ട്, കയറിയിട്ടുമുണ്ട്. പിന്നെ നിങ്ങളെ ഈ വഴി പോകുമ്പോൾ ഒന്ന് കാണിക്കണ്ടേ, അതുകൊണ്ട് കണ്ടപാടെ ഞാൻ ക്യാമറ എടുത്ത് തിരിച്ചു പിടിച്ച് ഇതാണ് നമ്മുടെ പുനലൂർ പാലം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയുന്നുണ്ട്. 2 സൈഡിൽ 4 കിണറിലാണ് കേട്ടോ ഇതിന്റെ മൊത്തം വർക്കിങ്. ഇതിലെ ആൾക്കാർ കയറുന്നുണ്ട്. നേരത്തെ ഇതിന്റെ കുറെ പടികളൊക്കെ പൊട്ടിച്ചെതറി കിടക്കുമായതുകൊണ്ട് ആരെയും കയറ്റുന്നൊന്നും ഇല്ലായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞ വാക്ക് വീണ്ടും കേട്ടു. ഞങ്ങൾ വീണ്ടും ഒരു പൈനാപ്പിൾ ജ്യൂസും തണ്ണിമത്തൻ ജ്യൂസും ഒക്കെ കുടിച്ച് വീണ്ടും യാത്ര തുടങ്ങി. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത എന്താ, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ സൈഡിൽ ഏകദേശം എത്തി നമ്മുടെ ജഡായിപ്പാറ, ചടയമംഗലം ജഡായി
ജടായുപ്പാറ കണ്ടു. അങ്ങനെ അതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് പോവുകയാണ്. നമ്മുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടില്ല, തിരുവനന്തപുരത്താണ് കേട്ടോ. ഞങ്ങൾ ബുള്ളറ്റിലാണ് പോകുന്നത് കൊണ്ട് ഇത്രയും ദൂരം ഏകദേശം ഒരു 2 മണിക്കൂറോളം ഞാനിങ്ങനെ ബുള്ളറ്റിൽ ഇരുന്ന് നല്ല ബാക്ക് വേദന ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി നിന്നും കാഴ്ചകൾ കണ്ടുമൊക്കെയാണ് പോയത് കേട്ടോ. ഈ വലിയ ബോർഡൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരം നഗരിയിൽ എത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ എടുത്താണ് കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങൾ ഇത്ര ഇരുട്ടി ഞങ്ങളുടെ ഫ്ലാറ്റിൽ എത്താൻ വേണ്ടി അവസാനം ഞങ്ങളുടെ ഫ്ലാറ്റിൽ എത്തി ഗൈസ്. ഇതാണ് ആ കയറി വരുന്ന എൻട്രൻസ് കേട്ടോ. സെക്യൂരിറ്റി ഉണ്ട്, നല്ല സേഫ് ആയിട്ടുള്ള സ്ഥലമാണ്. ടവർ 1-ലായിരുന്നു ഞങ്ങളുടെ ഫ്ലാറ്റ് വരുന്നത്. അങ്ങനെ സാധനങ്ങളെല്ലാം ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഓരോ റൂമുകളിൽ അടുക്കി നിരത്തി വെക്കണം. എല്ലാവരും ഓരോ റൂമിലായിട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കിച്ചണും 3 ബെഡ്റൂമും ആണ് ഉള്ളത്. എല്ലാ സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫസ്റ്റ് ദിവസമല്ലേ, ഇനി എല്ലാം അറേഞ്ച് ചെയ്യണം. ഒരു ബാത്റൂം മാത്രം വെളിയിലുള്ളത്. ഇത് ഞങ്ങളുടെ ആൻവിക്കുട്ടിയാണ് കേട്ടോ. എനിക്കറിയാമല്ലോ, ഞങ്ങളുടെ കൂടെ ട്വിൻസ് ആണുള്ളത്. ഞങ്ങളുടെ കസിൻ ആണിത്, ആൻവി ജാൻവി എന്നുള്ള കുട്ടികളാണിത്. ആ കുട്ടിയെ എടുത്തോണ്ട് നിന്നതാണ് ഷീജാമ്മ. ഇതാണ് ഞങ്ങളുടെ ഇരട്ട കുട്ടികളുടെ സ്വന്തം അച്ഛൻ കണ്ണൻ. ഇനി ഞങ്ങളുടെ ഏട്ടായി ഇവിടെ ബാൽക്കണിയിൽ എന്തൊക്കെയോ കണ്ടിരിപ്പുണ്ട്. ശരിക്കും ഇത് ഞങ്ങളുടെ ഫ്ലാറ്റ് അല്ല, ഞങ്ങളുടെ കസിന്റെ ഫ്ലാറ്റാണ്. അതായത് ഇരട്ട കുട്ടികളുടെ അച്ഛനായ കണ്ണന്റെയും അഞ്ജനയുടെയും ഫ്ലാറ്റാണ് കേട്ടോ. അപ്പൊ അവിടേക്കാണ് ഞങ്ങൾ വന്നത്. ഇനി അവസാനം ഈ വീട്ടിലുള്ള ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ വേണമല്ലോ. അങ്ങനെ ഞങ്ങൾ ലുലുലേക്ക് വണ്ടി തിരിച്ചു. അവിടെ പോയി ഇച്ചാറ പറ ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തു. ഞങ്ങൾ 2 വീലറിലാണ് പോകുന്നത് കേട്ടോ, അവർ കാറിലും. അങ്ങനെ ഞങ്ങൾ തെണ്ടി തിരിഞ്ഞ് ലുലുലൊക്കെ നടന്നു. ഞങ്ങൾക്കൊന്നും സാധനം എടുക്കാനില്ല, എങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും നല്ല വിലയുള്ള സാധനങ്ങൾ. ഞങ്ങൾ പാപ്പരാണ്, ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊന്നും എടുത്തില്ല, ഇങ്ങനെ വീഡിയോ ഒക്കെ പിടിച്ച് നടന്നു. പക്ഷെങ്കിൽ അഞ്ജനയ്ക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങണമായിരുന്നേ. ഹൈപ്പർ മാർക്കറ്റിലാണ് അവർ കയറിയത്. ഞങ്ങൾക്ക് ഈ റൂട്ട് തെറ്റിപ്പോയി ഞങ്ങൾ ഈ ഫാഷൻ സ്റ്റോറിൽ എത്തിയതാണ്. വീണ്ടും ഞങ്ങൾ താഴത്തേക്ക് പോകണം ഹൈപ്പർ മാർക്കറ്റിൽ. അവിടെ പോയി വണ്ടി ഉന്തി പഠിക്കാനുള്ളതാണ്, കാരണം കുറേ സാധനങ്ങളുള്ളതാണ്. പിന്നെ കുഞ്ഞുങ്ങൾ രണ്ടും തോളത്തുണ്ടാവും, അതുകൊണ്ട് എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ പാടാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയതൊക്കെ കേട്ടോ. കുറേ നേരം നമ്മൾ ബാക്കിൽ ഇട്ട് നടക്കുകയും ഫ്രണ്ടിൽ കുഞ്ഞുങ്ങളെ വെച്ച് നടക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ആകുമ്പോൾ ഭയങ്കര പ്രയാസമല്ലേ. അങ്ങനെ ഞങ്ങളുടെ ആൻവിക്കുട്ടിയാണ് കേട്ടോ ഇത്. ആൻവിക്കുട്ടിയും ജാൻവിക്കുട്ടിയും എന്നാണ് ഞങ്ങളുടെ പേര് കുഞ്ഞുങ്ങളുടെ. അപ്പം വിഷു ആയതുകൊണ്ട് കൃഷ്ണനെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കൃഷ്ണൻ്റെ വിലയൊക്കെ നോക്കിയപ്പോൾ നല്ല റേറ്റ് കുറവാണ്. നമ്മുടെ പുറത്തൊക്കെ ഇരിക്കുന്ന കൃഷ്ണൻ്റെ അതേ റേറ്റൊക്കെ തന്നെയാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ പറക്കി തുടങ്ങി കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ എല്ലാ സാധനങ്ങളും എടുക്കണമെന്ന്. അങ്ങനെ മാറി മാറി കുഞ്ഞിനെ 2 അച്ഛന്മാരുടെ കയ്യിലേക്കും കൊടുത്തു കേട്ടോ. ഇതാണ് ശരിക്കലുള്ള അച്ഛൻ, നമ്മുടെ ഇരട്ട കുട്ടികളുടെ അച്ഛനാണ്. നാളെ തിരിച്ചു പോവാണ്, സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം തിരിച്ചു പോകണം കേട്ടോ. ഇതാണ് അമ്മ കേട്ടോ, ഈ റെഡ് ചുരിദാറിട്ട ഞങ്ങളുടെ അഞ്ജനക്കുട്ടിയുടെ 2 ട്വിൻസ് കുട്ടികളാണ് കേട്ടോ. ഞാൻ അവിടോട്ട് നോക്കിയപ്പോൾ ഇതാ കാന്താരി അച്ചാർ ഇരിക്കുന്നു. എന്നാൽ പിന്നെ വില നോക്കാം, നമ്മുടെ വീട്ടിലും കുറേ കാന്താരിയൊക്കെ നിപ്പില്ലേ, അതൊക്കെ വില നോക്കാമെന്ന് വെച്ച് ഞാൻ നോക്കി. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നു ഗൈസ്. ബില്ല് കണ്ട് ഞാൻ എൻ്റെ കണ്ണ് തള്ളി. എനിക്ക് നീളമില്ലാത്തതുകൊണ്ട് ബില്ല് എന്നെക്കാട്ടി കൂടുതൽ നീളമുള്ള വലിയൊരു ബില്ലായിരുന്നു കേട്ടോ. അതൊക്കെ വാങ്ങിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഇപ്പം സമയം എത്രയെന്നറിയാമോ? ഏകദേശം 1 മണിയൊക്കെ അടുക്കാറായി കേട്ടോ. അപ്പം ഇന്നത്തെ കാഴ്ചകൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു കാഴ്ചയായിട്ടും വരാം. ബൈ ഗൈസ്.